അബ്ദുറഹ്മാൻ ജയിച്ചതെങ്ങനെയെന്ന് ഓർത്താൽ നന്ന്. CPM-നെ പ്രതിരോധത്തിലാക്കി SDPI. CPM മലപ്പുറം ജില്ലാ സമ്മേളനം തുടരുന്നതിനിടെ CPM-നെ പ്രതിരോധത്തിലാക്കി SDPIയുടെ വെളിപ്പെടുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാന് പിന്തുണ നൽകിയെന്ന SDPI വെളിപ്പെടുത്തലാണ് CPM-നെ പ്രതിരോധത്തിലാക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതെന്നും SDPI കടന്നാക്രമിച്ചു. വിജയരാഘവന്റെ വർഗീയ പരാമർശം ഏറ്റുപിടിച്ച് പാർട്ടിയോടുള്ള തന്റെ കൂറ് തെളിയിക്കാനാണ് വി അബ്ദുറഹ്മാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വി അബ്ദുറഹ്മാൻ ജയിച്ചതെങ്ങനെയാണെന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് SDPI മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിലെത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. ഇത് കൃത്യമായ കാര്യമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വിജയരാഘവനെ പ്രതിരോധിച്ച പാർട്ടിയിലെ പ്രധാന നേതാക്കളും രംഗത്തെത്തിയിരുന്നു. വിജയരാഘവൻ മുസ്ലിങ്ങൾക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. വിജയരാഘവൻ വിമർശിച്ചത് വർഗീയ സംഘടനകളുമായി ചേർന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനത്തെയാണ് എന്നായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കാതെ പോയപ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ വർഗീയത കളിക്കുകയാണ് CPM. അതിനുവേണ്ടിയാണ് തങ്ങൾക്ക് കിട്ടാത്ത മുസ്ലിം വോട്ടുകൾക്ക് വർഗീയതയുടെ ചാപ്പയടിക്കുന്നത്. ഈ അപകടകരമായ നിലപാടാണ് CPM തുടരുന്നതെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്ന് CPM ഓർക്കുന്നത് നല്ലതാണെന്നും വിജയരാഘവനെ പോലുള്ള CPM നേതാക്കൾ നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ അതേപടി ഏറ്റുപിടിച്ച് പാർട്ടിയോടുള്ള തന്റെ കൂറ് തെളിയിക്കാൻ ശ്രമിക്കുന്ന മന്ത്രി വി അബ്ദുറഹ്മാൻ താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചതെങ്ങനെയെന്ന് ഓർക്കുന്നത് നല്ലതാണ്. താനൂർ മണ്ഡലത്തിലെ തന്നെ ജയിപ്പിച്ച ജനങ്ങളോടും ഇതേ സമീപനമാണോ മന്ത്രിക്കുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു.